ഇതാ കിടക്കുന്ന സൈബർ ട്രക്കിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ സൈബർ ട്രക്കിലുള്ള എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു. ഇറ്റ് വാസ് വണ്ടർഫുൾ. ഈ ട്രക്ക് ജുവാനയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരൻസിൻ്റെയാണ്. ഇത് ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഞങ്ങൾ പോയത്. എല്ലാം ബേസിക്കലി ഈ സ്ക്രീനിൻ്റെ അകത്താണ് അത് മാനേജ് ചെയ്യുന്നത്. ഇതിൻ്റെ AC-യും ഇതിൻ്റെ ഡ്രൈവിങ്ങും ക്യാമറയും എല്ലാം തന്നെ ഇതിൻ്റെ അകത്താണ്. ഞങ്ങൾ ഈ പോകുന്നത് ജുവാനയുടെ സ്കൂളിലെ കുട്ടികളുടെ കൂടത്തിൽ ഇവിടെ അടുത്തുള്ളൊരു അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറയുന്നൊരു പാർക്കിലാണ് പോകുന്നത്. ഓരോ ക്ലാസ്സിൽ നിന്നും 2-3 പേരൻസിനെ ചാപ്രോൺസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ അകത്ത് ഒരു ചാപ്രോണായിരുന്നു ഞാനും. അങ്ങനെ പോകും. അപ്പം ഈ സ്കൂൾ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ 5ാം ക്ലാസ്സിലെ പിള്ളേരും അന്ന് ആ പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ 4 സ്കൂളുകളാണുള്ളത്. അപ്പം 4 എലിമെൻ്ററി സ്കൂളിലെയും 5ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഈ വന്നിരിക്കുന്നത്. ഈ ഓറഞ്ച് കളറിൽ ടീഷർട്ട് ഇട്ടേക്കുന്നതാണ് ജുവാനയുടെ ക്ലാസ്സിലെ പിള്ളേർ. അവരിപ്പോൾ വന്നു തുടങ്ങി. ഇനിയും അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ അകത്ത് വെള്ള ഇട്ടിട്ടുള്ളതുണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അത് വേറെ ചില സ്കൂളുകളാണ്. അപ്പം ജുവാനയുടെ ക്ലാസ്സുകാർ വന്നു, മറ്റു സ്കൂളുകാർ പതിയെ വന്നു. എല്ലാവരും കൂടെ വന്നു. ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പം ഒരു 5-6 പിള്ളേർ കൂടുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഓരോ ചാപ്റ്റേഴ്സിനും അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ എനിക്ക് 8 കുട്ടികളുണ്ടായിരുന്നു. 8 കുട്ടികളെന്ന് പറഞ്ഞാൽ ജുവാനയുടെ ഫ്രണ്ട്സാണ് 8 പേര്. അപ്പോൾ ഇവരെല്ലാം ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ വേണ്ടി ടീച്ചർ ഹെൽപ്പ് ചെയ്തു. കാരണം ഇവരുടെ ഇയർ എൻഡ് അല്ലേ, 5ാം ക്ലാസ് കൊണ്ട് ഈ സ്കൂളിലെ ഇവരുടെ അക്കാഡമിക്സ് കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വർഷമൊക്കെ സ്കൂൾ കഴിയുമ്പോഴേ നമ്മൾ പിക്നിക്കിനൊക്കെ പോകുകയല്ലേ, ചെറിയൊരു ട്രിപ്പൊക്കെ പോകുകയല്ലേ, അതുപോലെ ഇവരെ കൊണ്ടുപോകുന്നതാണ് ഈ ട്രിപ്പ്. അപ്പോൾ ഇവർക്ക് ഫ്രണ്ട്സിന് ഒരുമിച്ച് കളിക്കാൻ ഒരു ഗ്രൂപ്പാക്കി കൊടുക്കും. അതിൽ ഒരു ചാപ്റ്ററോൺ, ചിലപ്പം നമ്മൾ പേരൻസ് ചാപ്റ്ററോൺ ആവും ചില ഗ്രൂപ്പിൻ്റെ, ചിലത് ടീച്ചേഴ്സ് ആയിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഞാൻ പോയി. ഏതായാലും ശരിക്കും എനിക്കും എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. എനിക്ക് വേണമെങ്കിൽ റൈഡിലൊക്കെ കയറായിരുന്നു. പക്ഷേ ഇതിൻ്റെ അത് കയറണമെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് പോകുമ്പോൾ എന്നാ പേരൻസിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ കുട്ടികളായിരുന്നു അവരുടെയും കൂടെ ചാർജ് എടുക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പേരൻസിനെ കൊണ്ടുപോവുകയാണെങ്കിൽ പേരൻസിൻ്റെ തന്നെ പൈസ എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അപ്പം ഇതിനകത്ത് കയറണമെങ്കിൽ എനിക്ക് $34 ആയിരുന്നു ഞാൻ പേ ചെയ്തത്. അപ്പം ഞാൻ പേ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനൊരു റൈഡിലും കയറിയില്ല. ഞാൻ ജസ്റ്റ് കണ്ട് ആസ്വദിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ ജുവാന ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. എല്ലാ റൈഡിലും പോയി കയറുമായിരുന്നു. എല്ലാ റൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് ഈ അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറയുന്ന സംഭവമില്ലേ, ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം, ഈ സ്കൂൾ ഡിസ്ട്രിക്റ്റിന് വേണ്ടി മാത്രം ഇപ്പോഴൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. ഇത് ശരിക്കും ഒഫീഷ്യലി ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ അറിയാമല്ലോ, തണുപ്പാകുമ്പോൾ എല്ലാ സംഭവവും ക്ലോസ് ഡൗൺ ചെയ്യും. പിന്നെ ഈ സമ്മറിലേക്ക് മാത്രമേ ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ റൈഡുകളും ഒന്നും പിള്ളേർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുമില്ലായിരുന്നു. കുറച്ച് റൈഡ്സ് പിള്ളേർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കും ടൈം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. 10:30 ചെന്ന് 1:30 വരെ ഉള്ളായിരുന്നു. 1:30 ആയപ്പോൾ നമുക്ക് തിരിച്ചു പോരുകയും ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഈ മേളിൽ ഇരിക്കുന്നതുണ്ടോ ജുവാന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കുട്ടികളും ഒന്നും എല്ലാ റൈഡിലും കയറുകയല്ല. അപ്പോൾ ഒരു കുട്ടികൾ കുറച്ച് ഗ്രൂപ്പ് വേറെ റൈഡിൽ പോകുമ്പം മറ്റുകളുടെ വേറെ അടുത്തുള്ള റൈഡിൽ പോകണം. എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ശരിക്കും എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ ടീച്ചറായിട്ട് കുറേ കുട്ടികളുടെ കൂടെ എല്ലാ വർഷവും ഇങ്ങനെ ട്രിപ്പൊക്കെ പോയി എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ തിരിച്ച് പഴയ കോളേജിലേക്ക് പോയ പോലെ എനിക്ക് തോന്നുന്നു. കോളേജിലെ പിള്ളേരുടെ കൂടെ ഇങ്ങനെ ട്രിപ്പ് പോയ പോലെയും അതൊക്കെ എനിക്ക് തിരിച്ചെൻ്റെ മെമ്മറിയിലേക്ക് വരുമായിരുന്നു. അവരെയും കൊണ്ട് പോയപ്പോഴും ആ ഓരോ ഇൻസിഡൻസും എത്രയൊക്കെ ഫണ്ണായിരുന്നു അതൊന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു ഇവരെയും കൊണ്ട് പോയപ്പോഴേ. അതുകൊണ്ട് എനിക്കതൊരു ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ വന്ന് ചോദിക്കുമായിരുന്നു 8 കുട്ടികളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല കേട്ടോ. ഇറ്റ് വാസ് റിയലി ഫൺ. ഞാനിവിടെ വർക്കൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ സ്കൂളിലെ ഇങ്ങനത്തെ ഏത് ആക്ടിവിറ്റി വന്നാലും ഞാൻ അതിനകത്ത് വോളണ്ടിയറായിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനിപ്പം കാറിൽ വന്നില്ലേ, അവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും അക്കൗണ്ടൻസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷേ ഒരു സമയത്താവുമ്പം കുട്ടികളെ നോക്കണം എന്നുള്ള ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പം ജോലിയൊക്കെ ഉപേക്ഷിച്ച് കുട്ടികൾക്ക് വേണ്ടി ഫുൾ ടൈം അവരെ നോക്കാനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. ഓഫ് കോഴ്സ് US ഒരുപാട് ഫാമിലിയുണ്ട്. 2 പേരൻസ് മാറി വർക്ക് ചെയ്യും. അവർ പരസ്പരം കാണാതിരിക്കുന്നവരും, ഒരാൾ വരുമ്പോൾ മറ്റേയാൾ പോകും. അങ്ങനെ കുട്ടികൾക്ക് ഫുൾ ശ്രദ്ധ കിട്ടാതെ പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ഫാമിലിയുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ നല്ല സ്കൂൾ ഡിസ്ട്രിക്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കുട്ടികളെ കുറച്ചുകൂടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മൾ കൊണ്ടുപോകുന്ന പേരൻസ് ആണെങ്കിൽ കൂടുതൽ പേരെയും ഞാൻ കണ്ടേക്കുന്ന ഇവിടെ
ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ, മറ്റേ ആൾ വീട്ടിലിരിക്കുകയാണ്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പഠിത്തം മാത്രം പോരാ. ഒരു അക്കാഡമിക്കലി നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അത് മാത്രം പോരാ ഒരു കുട്ടികളെ നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഈവൻ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും നമുക്ക് അക്കാഡമിക്സിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ അവർ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഇവരെ ആഫ്റ്റർ സ്കൂൾ ആക്ടിവിറ്റീസിൽ കൊണ്ടുപോകാനും ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പം രണ്ടുപേരും കൂടെ ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടികളെ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട് വരും. മാത്രമല്ല അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മുടെ ഒരു ബിഗ് ഫാമിലി സപ്പോർട്ട് നമുക്ക് കാണണം. ഗ്രാൻഡ് പേരൻസോ വല്ലതും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ മാനേജ് ചെയ്തോളും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിപ്പം ഞാനും ജോഷാനും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം നമുക്ക് വേറെ ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ ഒരാൾ വർക്ക് ചെയ്ത് മറ്റേ ആൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾ ഫുൾ കോൺസെൻട്രേഷൻ ഓൺ വർക്ക്, വീട്ടിൽ ഇരിക്കുന്ന ആൾ ബാക്കി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഒത്തിരി പേര് നാട്ടിൽ ചെല്ലുമ്പോഴും ചോദിക്കാറുണ്ട് എന്നോട്, ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ട് എന്തിനാണ് അവിടെ പോയി വെറുതെ ഇരിക്കുന്നത്, വെറുതെ ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട്. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സമയം പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിന് വന്നേക്കുകയാണ്. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലെയുണ്ട്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അധികം സമയമില്ലായിരുന്നു. ലഞ്ച് പിള്ളേരെ കൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിപ്പിച്ചു, പെട്ടെന്ന് ഇറക്കി. എന്നിട്ട് നമ്മൾ വീണ്ടും പോയി തിരിച്ച് അവിടെ പോയി അവർ 2-3 റൈഡിലും കൂടെ കയറി. അതോടെ സമയവും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ട്രിപ്പ് റൈഡിൽ കയറാനുള്ളവരൊക്കെ വേണമെങ്കിൽ ഓടിപ്പോയി കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓടി. ഇവർ പല റൈഡിലൊക്കെ പല സ്പ്ലിറ്റായി പോയി ഇഷ്ടമുള്ള റൈഡിലൊക്കെ പോയി കയറി. അങ്ങനെ ഫൈനലി അവർ ഇത് ഒരു 1:30 ആയപ്പം വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിലെന്ന് ഈ സ്വിങ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട് സ്വിങ്ങിൻ്റെ അകത്ത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരിക്കൽ ജുവാനയും 2 ഫ്രണ്ട്സിനെയും കൂട്ടി പണ്ട് ഞങ്ങൾ ഈ അഡ്വഞ്ചർ ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നും ജുവാനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു റൈഡായിരുന്നു ഈ സ്വിങ്. ഞാൻ കയറിയില്ല കേട്ടോ, ഇതിലും ഞാൻ കയറിയില്ല. പണ്ടൊക്കെ ഞാൻ ഒരുപാട് റൈഡിലൊക്കെ കയറുമായിരുന്നു. പക്ഷേ ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറുമ്പോൾ എനിക്ക് തല കറങ്ങുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെയൊക്കെ തോന്നലാണ്. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ നമ്മൾ പോയിട്ട് മറ്റുള്ളവർക്ക് പണിയുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം കഴിവതും റൈഡിലൊന്നും കയറാറില്ല. ഇവെന്തോ ചില റൈഡ്സൊക്കെ ഓപ്പൺ ആയിരുന്നെങ്കിൽ പോലും ഇവരതിലൊന്നും കയറിയില്ല കേട്ടോ. കാരണം ചില കുട്ടികൾക്ക് ചിലത് ഇഷ്ടം, അപ്പം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ പോയത്. അവർക്ക് ഇഷ്ടമുള്ള റൈഡുകൾ മാത്രം ചൂസ് ചെയ്ത് ചിലപ്പോൾ ചില റൈഡിലൊക്കെ 2-3 പ്രാവശ്യം കയറി കേട്ടോ അവർ. 10:30 മുതൽ 1:30 വരെ ഉണ്ടായിരുന്ന സമയം ശരിക്കും ഞാൻ ചിന്തിക്കുകയാണല്ലോ, ഭയങ്കര കുറച്ച് സമയമുള്ളതാണ് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി. നമ്മളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോവുകയാണെങ്കിൽ ചിലപ്പം ഒരു ദിവസമൊക്കെ അല്ലേ നമ്മൾ ട്രിപ്പ് പോകുന്നത്. രാവിലെ പോയി വൈകുന്നേരം രാത്രിയൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കും, ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോളേജിലൊക്കെ ആകുമ്പം ട്രിപ്പ് കുറേ ദിവസത്തേക്ക് പോകും. എനിക്കൊന്ന് ഇവിടെ 6ാം ക്ലാസ് തൊട്ട് ഇവർക്കിങ്ങനെ സയൻസിൻ്റെ പ്രോജക്റ്റൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് സ്റ്റേയിങ് ക്യാമ്പുകളാണ്, 1-2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടുള്ള ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, എല്ലാവരെയും നിർബന്ധിച്ച് അങ്ങനെ ക്യാമ്പിൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഇങ്ങനെ ക്യാമ്പിൽ വിടാൻ താല്പര്യമില്ലാത്ത പേരൻസാണ് സ്കൂളിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റിയൊക്കെ അവരെ അറേഞ്ച് ചെയ്ത് കൊടുക്കും, പോയി വന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്തു. ഇനി ടീച്ചേഴ്സ് എല്ലാവരും അവരവരുടെ പിള്ളേരെ കളക്ട് ചെയ്തുകൊണ്ട് സ്കൂൾ ബസ്സിലേക്ക് പോയി. അപ്പം ഞങ്ങളും തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ പോകുന്നു. അപ്പം ഈ സൈബർ ട്രക്കിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് രസമില്ലേ കാണാൻ. അതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ഈ സൈബർ ട്രക്കിൻ്റെ ആ കൺവെൻഷണൽ കളറിൽ നിന്ന് മാറിയുള്ള ഒരു കളറല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നി ഈ കളറ്. പിന്നെ എന്താ, ഈ ട്രക്കിൽ നോക്കുവാണെങ്കിലുണ്ടോ, ഇതിന് ആ രണ്ട് സൈഡ് ലെഫ്റ്റും റൈറ്റും മിറേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ നടുക്കത്തെ മിററില്ലേ, മറ്റേ സാധാരണ നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ളത്, അതില്ല ഇതിന്. അതുകൊണ്ട് ബാക്ക് സൈഡിലേക്കാണെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ നോക്കണം, അല്ലെങ്കിൽ ക്യാമറയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് ഇഷ്ടംപോലെ ക്യാമറയുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം പുള്ളിക്കാരത്തി പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ ഒത്തിരി സ്നോ വരുന്ന സമയമില്ലേ, ഭയങ്കര സ്നോ പിടിച്ച് ചെളി പിടിച്ച് കിടക്കുന്ന സമയം, ആ സമയത്തൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം ഈ സ്നോയും ചെളിയൊക്കെ കാരണം ക്യാമറയുടെ സെൻസിറ്റിവിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊക്കെ നിർത്തി ക്യാമറയൊക്കെ ക്ലീൻ ആക്കി കൊടുക്കേണ്ടി വരുമെന്ന്.